പിള്ളേരടുത്ത് വൈബ്രേഷൻ ഇടരുതെന്ന് പറഞ്ഞ പിള്ളേർ കേൾക്കുകയില്ല. ഹലോ, വഴുതോട്ടോളം പുഷ്പനാണ്. ആരാണ്? ആ ഓ ഇപ്പോഴത്തെ പിള്ളേര് നമ്മൾ പറയും പോലെ ഒന്നും കേൾക്കൂല. പക്ഷെ കാര്യമില്ല, വീട്ടിൽ ഇരിക്കുന്ന ആണുങ്ങൾ വേണം പറയാൻ. ഇപ്പോഴത്തെ പിള്ളേരാണെങ്കിലേ വൈകുന്നേരം ആകുമ്പോൾ ഭർത്താക്കന്മാരെ സോപ്പിട്ട് വൈകുന്നേരം വിളിച്ചോണ്ട് പോയി ഭക്ഷണം കഴിക്കണം. ഇത് അവരെ ഏക ലക്ഷ്യമാണ്. മനസ്സിലായില്ലേ? എന്ത് കാര്യമെന്നറിയാമോ? ഇവർക്ക് വീട്ടിൽ ജോലി ചെയ്യാൻ വയ്യ, പാത്രം കഴുകാൻ വയ്യ, ഇതൊക്കെയാണ് അവരെ പരിപാടി. പിന്നെ ഒരു കാര്യം, പിള്ളേരെ അവര് അച്ഛനെ കേൾപ്പിക്കും. എന്തിന്? ഇവർക്ക് വെട്ടി അടിക്കണം. ഇതിനൊക്കെ വളം വെച്ചു കൊടുക്കുന്ന ആരെന്നറിയാമോ? നിന്നെ പോലെയുള്ള മണ്ടം ഭർത്താക്കന്മാര്. എങ്ങനെ പെണ്ണ് കെട്ടിച്ചെന്ന് പ്രസവിച്ചതിന് ശേഷമുള്ള കാര്യം എനിക്കറിയേണ്ട കാര്യമല്ല. നിന്റെ വീട്ടില് പട്ടി പ്രസവിച്ച് കിടന്ന വിൽക്കണോ ഞാൻ വിറ്റ് തരാം, പൂച്ച പ്രസവിച്ച് കിടന്ന വിൽക്കണോ ഞാൻ വിറ്റ് തരാം. പിന്നെ നിന്റെ അച്ഛനെ അനാഥാലയത്തിൽ ചേർക്കണോ അത് ഞാൻ ചെയ്തു തരും. അതാണ് വഴുതോട്ട് പോണം പുഷ്പൻ. വെച്ചാണ് ഈശ്വര, മനുഷ്യന്റെ കല്യാണമെല്ലാം ചൈന പ്രോഡക്റ്റ് പോലെ ആയല്ലോ. 6 മാസം പോലും പോണില്ല. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കല്യാണം നടത്തേണ്ടി വരും. ഉണ്ണി, നീ എന്ന് ഗൾഫിൽ വന്നത്? ഞാൻ 2 ദിവസമായണ്ണ. ഇനി എന്ന് നിർത്തണ്ണ? എന്ന് മടങ്ങി പോകണം ചോദിക്കാൻ വേണ്ടിട്ടല്ലേ? എന്റെ പൊന്നണ്ണ, ഗൾഫുകാരൻ പോയിട്ട് വരണ്ട, അതിന് മുമ്പേ ചോദിച്ചോണം മടങ്ങി പോകണില്ല. നിങ്ങൾ വേറെ ഒരു പണിയില്ല അണ്ണ. ഇതിൽ വന്നതുള്ളൂ ഒന്ന് കുറുക്ക് നൂത്തോട്ടാണ് അവൾ സന്തോഷത്തോട്. നീ എന്ന് പോണെന്ന് ചോദിക്കാനല്ല ഞാൻ വന്നത്. നിന്റെ അച്ഛൻ അവിടെ കിടന്ന് വീം പഠിക്കണാണ്ട് നീ അറബിയെ കൊണ്ടുവന്നെന്നോ ഒട്ടകത്തിനെ കൊണ്ടുവന്നെന്നോ ഒക്കെ പറയണായിട്ട്. ഇവിടെ പശുവിനെ കറക്കാനേ ആളില്ല, പിന്നെ ഈ ഒട്ടകത്തിനെ കറക്കാൻ ആളുടെ ഇവിടെ ഉള്ളത്? എന്റെ പൊന്നണ്ണ, എന്റെ അച്ഛന്റെ കാര്യം നിങ്ങൾക്ക് അറിയാല്ല. അല്ല, അതുകൊണ്ട് അല്പമൊന്നും ചിന്തിക്കാൻ കഴിവുള്ളൊരു ഓർക്കണ്ടേ. ഒട്ടകത്തിനൊക്കെ അവിടെ നിന്ന് കൊണ്ടുവരാൻ പറ്റുമോ? അത് അങ്ങനെയൊന്നും കൊണ്ടുവരാൻ പറ്റില്ല എന്നാ. പിന്നെ ഇത് നിങ്ങൾ നാട്ടുകാരുടെ അടുത്തൊന്നും കൂടുതൽ പറയണ്ട, കാരണം അച്ഛൻ അങ്ങനെ എന്നാ. പോട്ടെ, നിങ്ങൾക്ക് ഒരൈറ്റം കൊണ്ടുവച്ചിട്ടുണ്ട്, അതൊക്കെ തരാം കേട്ടാ. ഏയ്, നീ നല്ല സാധനം തന്നെയല്ലേ കൊണ്ടുവന്നത്. ഞാൻ ഈ കുറഞ്ഞ സാധനമൊന്നും അടിക്കില്ല. ജോണി വാക്കറായിരിക്കും അല്ലേ? നിനക്കൊന്നും തോന്നരുത്. നീ എന്നടേ നീ മടങ്ങി പോണത്? അണ്ണാ, നിങ്ങൾ ചോദിച്ചതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ ഇനി പോകുന്നില്ല അണ്ണാ, ഞാൻ എല്ലാം നിർത്തിയാണ് വന്നത്. നീ മടങ്ങി പോകാതിരുന്ന ഇനി ഇവിടെ നാട്ടിൽ എന്തിനു ചെയ്യാന്ന്? ഇല്ലണ്ണാ, ഞാൻ വിചാരിക്കുന്ന ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് ഈ നാട്ടിലങ്ങ് സെറ്റിൽ ആവാന്നാണ് വിചാരം. നിന്റെ തീരുമാനം നല്ലതാണ്. എൻ്റെ കയ്യിൽ ഒരുപാട് കേസുകളുണ്ട്. എഞ്ചിനീയർമാര്, ഡോക്ടർമാര്, നേഴ്സുമാര്, അങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. എന്നിരുന്നാലും ഞാൻ വീണ്ടും ചോദിക്കാന്, എന്തുകൊണ്ടേ നിർത്തി വന്നത്? അതൊന്നും ഇല്ലണ്ണാ, ഭയങ്കര നടുവേന. അപ്പൊ ഇനി അവിടെ നിന്ന് നടുവൊടിഞ്ഞ് എന്റെ ഇടപാട് തരും. നടുവേന സഹിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണെന്നാ ഞാൻ പിന്നെ നാട്ടിലോട്ട് മടങ്ങി വരാമെന്ന് വിചാരിച്ചു. എന്താണ് നിങ്ങൾ വല്ലാത്തൊരു നോട്ടം? എന്ത് കുഴപ്പമുണ്ടോ എനിക്ക്? ഞാൻ നല്ല സൂപ്പർ അല്ല, നല്ല ആരോഗ്യമാണല്ലേ? ഇല്ലടേ, നിന്നെ ഞാൻ ഏത് പ്രോഡക്റ്റിൽ ഉൾപ്പെടുത്തുമെന്നാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്. എന്തായാലും ചൈന പ്രോഡക്റ്റില് അത് പോയി. എന്റെ തീരുമാനമൊക്കെ കൊള്ളാടേ. നിർത്തി വന്നത് നല്ലത് തന്നെ. പിന്നെ നീയോ നിന്റെ അച്ഛനോ ഏതെങ്കിലും മാരേജ് വീറയിലോ എന്നെ പോലെയുള്ള ബ്രോക്കർമാരെടുത്തോ പോയാൽ no.